ഏത് രാജ്യത്തിന്റെയും പരമാധികാരത്തിന് മേൽ കൈകടത്താൻ ഒട്ടും മടിയില്ലാത്ത അമേരിക്കയുടെ മുഖത്തടിച്ചുകൊണ്ടാണ് യൂറോപ്പിലെ പ്രമുഖ രാജ്യങ്ങൾ ഫിഫ വേൾഡ് കപ്പ് ബഹിഷ്കരണത്തെ കുറിച്ച് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗ്രീൻലൻഡിന് മേൽ കണ്ണുവെച്ച് അമേരിക്ക നടത്തുന്ന നീക്കങ്ങളെ പ്രതിരോധിക്കാൻ ഫിഫ വേൾഡ് കപ്പിൽ നിന്ന് വിട്ടുനിൽക്കുമെന്നാണ് ഇവർ ഉയർത്തിയ ഭീഷണി. ഇത് ഓരോ കായിക പ്രേമിയെയും ഇതിനോടകം തന്നെ വിഷമത്തിലാഴ്ത്തി കഴിഞ്ഞു. എന്താണ് സംഭവം എന്നല്ലേ നമുക്ക് വിശദമായിട്ട് നോക്കാം. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്തായാലും കമന്റിൽ രേഖപ്പെടുത്തണേ. അമേരിക്കയുടെ മണ്ണിൽ വിരുന്നെത്താനിരിക്കുന്ന ഫിഫ ലോകകപ്പിന് മേൽ കരിനിഴൽ വീഴ്ത്തിക്കൊണ്ട് യൂറോപ്പിലെ കരുത്തരായ രാജ്യങ്ങൾ വിട്ടുനിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ആഗോള ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതായത് ലോകകപ്പ് എന്ന വിശ്വമാമാങ്കത്തിന്റെ ആത്മാവ് കുടികൊള്ളുന്നത് യൂറോപ്യൻ വൻ ശക്തികളുടെയും അതുപോലെ അവരുടെ തനതായ കളിയഴകിന്റെയും സാന്നിധ്യത്തിൽ തന്നെയാണ്. ജർമ്മനി, ഫ്രാൻസ്, സ്പെയിൻ, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളുടെ അസാന്നിധ്യത്തിൽ ഒരു ലോകകപ്പ് നടത്തുക എന്നത് ഫുട്ബോളിന്റെ സ്വാഭാവികമായ സൗന്ദര്യത്തെയും അതിന്റെ അന്തസ്സിനെയും കൊന്നുകളയുന്നതിന് തുല്യം തന്നെയാണ്. ഈ പിന്മാറ്റം കേവലം ഒരു താൽക്കാലിക പ്രതിഷേധമല്ല, മറിച്ച് ദശാബ്ദങ്ങളായി കായിക രംഗത്ത് അമേരിക്ക പുലർത്തുന്ന ആധിപത്യ മനോഭാവത്തിനും അമിതമായ സ്വാർത്ഥതയ്ക്കുമെതിരെയുള്ള ലോകത്തിന്റെ ശക്തമായ താക്കീതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലോകകപ്പിനെ സ്വന്തം രാഷ്ട്രീയ അജണ്ടകൾ നടപ്പിലാക്കാനും സാമ്പത്തിക ലാഭം കൊയ്യാനുമുള്ള ഒരു വേദിയായി മാത്രം കാണുന്ന അമേരിക്കയുടെ സ്വാർത്ഥ മോഹങ്ങൾക്ക് ലഭിച്ച കനത്ത പ്രഹരം തന്നെയാണ് ഇത് എന്ന് അടിവരയിട്ട് പറയേണ്ടിയിരിക്കുന്നു. അമേരിക്കയുടെ അഹന്തയും കായിക ലോകത്തെ തങ്ങളുടെ നിയന്ത്രണത്തിലാക്കാനുള്ള വ്യഗ്രതയുമാണ് ഈ വിപത്തിന്റെ പ്രധാന കാരണം. ഫുട്ബോൾ എന്ന വികാരത്തെ കേവലം ഡോളറുകൾ കൊയ്യാനുള്ള ഒരു കച്ചവടമായി മാത്രം കാണുന്ന അമേരിക്കൻ സമീപനം ഫുട്ബോളിന്റെ പവിത്രതയെ തന്നെ തകർത്തിരിക്കുകയാണിപ്പോൾ. ലാഭക്കൊതിയോടെ ടൂർണമെന്റിനെ പൂർണ്ണമായും നിയന്ത്രിക്കാനും സ്വന്തം നിബന്ധനകൾ ലോകരാജ്യങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാനുമുള്ള നീക്കങ്ങൾ ഒടുവിൽ വലിയൊരു പൊട്ടിത്തെറിയിലാണ് അവസാനിച്ചിരിക്കുന്നത്. സ്വന്തം ലാഭത്തിന് മാത്രം മുൻഗണന നൽകുന്ന അമേരിക്കൻ നയങ്ങൾ ഫുട്ബോളിനെ ഒരു കായിക വിനോദം എന്നതിലുപരി കേവലം ഒരു വിപണിയായി മാത്രമാണ് പരിഗണിക്കുന്നത്. ഇതിൽ പ്രതിഷേധിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ ഒന്നടങ്കം മാറി നിൽക്കുമ്പോൾ ടൂർണമെന്റിന്റെ നിലവാരവും ആവേശവും ഇല്ലാതാകുമെന്ന് മാത്രമല്ല ഫിഫയുടെ തന്നെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യും. മൈതാനങ്ങളിൽ പന്തുരുളുമ്പോൾ ഉണ്ടാകേണ്ട ആവേശത്തിന് പകരം അമേരിക്കൻ കോർപ്പറേറ്റ് താല്പര്യങ്ങൾ ഗ്രൗണ്ടിന് പുറത്ത് കളിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ചിന്താഗതിയിലേക്ക് യൂറോപ്പിലെ രാജ്യങ്ങൾ എത്തിച്ചേർന്നത്. യൂറോപ്യൻ ടീമുകളുടെ അഭാവം ലോകകപ്പിനെ ഒരു രണ്ടാം നിര ടൂർണമെന്റായി തരം താഴ്ത്തുമെന്നതിൽ സംശയമില്ല. ലോകത്തിലെ ഏറ്റവും മികച്ച താരങ്ങൾ പങ്കെടുക്കാത്ത, ഉന്നത നിലവാരമുള്ള പോരാട്ടങ്ങൾ ഇല്ലാത്ത ഒരു ടൂർണമെന്റിനെ എങ്ങനെ ലോകകപ്പ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും? ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആരാധകർക്ക് മുന്നിൽ ഈ ലോകകപ്പ് ഒരു വലിയ പരാജയമായിട്ടാണ് ഇനി മാറാൻ പോകുന്നത്. ഫുട്ബോൾ ലോകത്തെ ഈ വലിയ ഭിന്നതയ്ക്ക് പിന്നിൽ അമേരിക്കയുടെ ഏകപക്ഷീയമായ തീരുമാനങ്ങളും മറ്റ് കായിക സംസ്കാരങ്ങളെ മാനിക്കാത്ത മനോഭാവവും തന്നെയാണുള്ളത്. ഫുട്ബോളിന്റെ പാരമ്പര്യത്തെയും വികാരത്തെയും ചവിട്ടിമെതിച്ച് പണം സമ്പാദിക്കാനുള്ള അമേരിക്കയുടെ ശ്രമങ്ങൾ ലോകകപ്പിന്റെ വശ്യത തന്നെ എന്നേക്കുമായി ഇല്ലാതാക്കിയിരിക്കുകയാണിപ്പോൾ. വരാനിരിക്കുന്ന തലമുറകൾ ഈ ടൂർണമെന്റിനെ അമേരിക്കയുടെ സ്വാർത്ഥതയുടെ സ്മാരകമായിട്ടായിരിക്കും ഇനി അടയാളപ്പെടുത്താൻ പോകുക എന്ന് കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞുകൊള്ളട്ടെ. ഏതായാലും ലോകത്തിലെ ഏറ്റവും വലിയ കായിക വിനോദത്തെ സ്വന്തം താല്പര്യങ്ങൾക്കായി ബലി കഴിപ്പിക്കാൻ ശ്രമിച്ച അമേരിക്കയ്ക്ക് കിട്ടിയ ഈ തിരിച്ചടി ലോക കായിക ഭൂപടത്തിൽ അവർക്ക് വലിയ നാണക്കേടാണ് സൃഷ്ടിക്കാൻ പോകുന്നത്. ഖത്തറിലൊക്കെ വളരെ മനോഹരമായി നടത്തിയ ലോകകപ്പാണ് അമേരിക്കയിൽ എത്തുമ്പോൾ വലിയ പ്രശ്നങ്ങൾ നേരിടുന്നത്. വൻകിട സ്പോൺസർമാരുടെ പിന്മാറ്റത്തിലും ടെലിവിഷൻ സംപ്രേഷണാവകാശത്തിലും ഉണ്ടാകുന്ന വലിയ ഇടിവിനും ഇത് കാരണമാകും. ഇത്തരം പ്രത്യാഘാതങ്ങൾ ലോകകപ്പിന്റെ സാമ്പത്തിക അടിത്തറയെ തന്നെ തകർത്തിരിക്കും. അമേരിക്കയുടെ ഗർവിനുള്ള മറുപടിയായി യൂറോപ്യൻ രാജ്യങ്ങൾ എടുത്ത ഈ ധീരമായ തീരുമാനം ലോകകപ്പിന്റെ ചരിത്രത്തിലെ കറുത്ത അധ്യായമായിട്ട് തന്നെ അടയാളപ്പെടുത്തപ്പെടും. ഫുട്ബോളിനെ തകർക്കുന്ന ഈ നിലപാടുകൾ തിരുത്താൻ അമേരിക്ക തയ്യാറായിട്ടില്ല എങ്കിൽ കായിക ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയമായി ഈ ടൂർണമെന്റ് പര്യവസാനിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവും വേണ്ട. അമേരിക്കൻ ഐക്യനാടുകൾ ആതിഥേയത്വം വഹിക്കുന്ന ഫിഫ ലോകകപ്പിന്റെ ഗ്ലാമറും പ്രതാപവും നഷ്ടപ്പെടുത്തിക്കൊണ്ട് യൂറോപ്പിലെ പ്രമുഖ രാജ്യങ്ങൾ വിട്ടുനിൽക്കാൻ എടുത്ത തീരുമാനം ആഗോള കായിക രംഗത്തെ ഒരു വലിയ രാഷ്ട്രീയ വിപ്ലവമായിട്ട് തന്നെ അടയാളപ്പെടുത്തപ്പെടുന്നുണ്ട്. അതായത് അമേരിക്കയ്ക്ക് വിരുദ്ധമായി ഇത്തരം വലിയൊരു തീരുമാനം അവരെടുത്തു എന്നതാണ് ആ വിപ്ലവകരമായ തീരുമാനം. ലോകകപ്പ് എന്ന വിശ്വമാമാങ്കത്തെ വെറും ഒരു ബിസിനസ് സംരംഭമായി മാത്രം കാണുന്ന അമേരിക്കൻ ഭരണകൂടത്തിന്റെ നിലപാടുകൾക്കുള്ള തിരിച്ചടി തന്നെയാണിത്. ദശാബ്ദങ്ങളായി രാഷ്ട്രീയത്തിലും അതുപോലെ സാമ്പത്തിക മേഖലയിലും തങ്ങൾ പുലർത്തിപ്പോരുന്ന സാമ്രാജ്യത്വ അധീശത്വം കായിക രംഗത്തേക്കും പടർത്താനുള്ള അമേരിക്കയുടെ ഗൂഢമായ ശ്രമങ്ങളാണ് ഈ കടുത്ത പ്രതിസന്ധിക്ക് ആധാരമായിരിക്കുന്നത്. ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ പന്തുരുളുന്ന വികാരത്തെയും ആവേശത്തെയും മാനിക്കാതെ എല്ലാത്തിനെയും തങ്ങളുടെ നിയന്ത്രണത്തിലാക്കാനും സ്വന്തം നിയമങ്ങൾ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കാനുമുള്ള വാഷിംഗ്ടണിന്റെ അമിതമായ ആത്മവിശ്വാസം ഇന്ന് വലിയൊരു തിരിച്ചടിയായി അവർക്ക് മുന്നിൽ നിൽക്കുകയാണ് ചെയ്യുന്നത്. അമേരിക്കയുടെ സ്വാർത്ഥതയും അതുപോലെ തന്നെ അമേരിക്കയുടെ അഹങ്കാരവും കായിക ലോകത്തെ എത്രത്തോളം ദോഷകരമായി ബാധിക്കുമെന്നതിന്റെ
കൃത്യമായ ഉദാഹരണമായിട്ട് തന്നെ ഈ സംഭവം ഇതിനോടകം തന്നെ ചർച്ചയായി കഴിഞ്ഞു. സാമ്രാജ്യത്വ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള വ്യഗ്രതയിൽ ഫുട്ബോളിന്റെ അടിസ്ഥാന മൂല്യങ്ങളെയും പാരമ്പര്യങ്ങളെയും അമേരിക്ക വിസ്മരിച്ചു പോയി എന്നത് പകൽ പോലെ വ്യക്തമാണ്. വൻകിട കോർപ്പറേറ്റുകളെ തൃപ്തിപ്പെടുത്താനും ടൂർണമെന്റിലൂടെ ലഭിക്കുന്ന ഭീമമായ ലാഭം സ്വന്തം കീശയിലാക്കാനും വേണ്ടി ഫിഫയുടെ ചട്ടക്കൂടുകളെ പോലും തങ്ങൾക്ക് അനുകൂലമായി വളച്ചൊടിക്കാൻ അവർ ശ്രമിച്ചു എന്നത് മറ്റൊരു സത്യം. ഈ കുത്തക മനോഭാവമാണ് യൂറോപ്പിലെ ഫുട്ബോൾ കരുത്തരായ ജർമ്മനിയെയും ഫ്രാൻസിനെയും അതുപോലെ ഇംഗ്ലണ്ടിനെയും ഇറ്റലിയെയും പോലുള്ള രാജ്യങ്ങളെ ഈ കടുത്ത തീരുമാനത്തിലേക്ക് നയിച്ചത്. നമുക്കറിയാവുന്നതാണ്, ലോകകപ്പിൽ ഇവരൊക്കെ കരുത്തുറ്റ ടീമാണ്. ലോകോത്തര താരങ്ങൾ കളിക്കളത്തിൽ ഇല്ലാത്ത ഒരു ടൂർണമെന്റിനെ ലോകകപ്പ് എന്ന് വിളിക്കുന്നത് തന്നെ അപഹാസ്യമല്ലേ? ഫുട്ബോളിന്റെ ഈറ്റില്ലമായി അറിയപ്പെടുന്ന യൂറോപ്പിനെ പിണക്കിക്കൊണ്ട് തങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ കൈവരിക്കാമെന്ന അമേരിക്കയുടെ മോഹം വെറും വ്യാമോഹം മാത്രമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ. കായിക രംഗത്തെ തങ്ങളുടെ അധീശത്വത്തിന്റെ അടയാളമായി ലോകകപ്പിനെ മാറ്റാനായിരുന്നു അവർ ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ അത് ഇപ്പോൾ അവരുടെ പതനത്തിന്റെ തുടക്കമായി മാറുകയാണ് എന്നത് കൃത്യമായിട്ട് ഇവിടെ വിലയിരുത്തേണ്ടിയിരിക്കുന്നു. എന്തായാലും അമേരിക്കയുടെ ഗർവിനും രാഷ്ട്രീയ കുതന്ത്രങ്ങൾക്കും മുന്നിൽ തലകുനിക്കാൻ തയ്യാറല്ല എന്ന ലോകരാജ്യങ്ങളുടെ പ്രഖ്യാപനം ഈ ടൂർണമെന്റിനെ അക്ഷരാർത്ഥത്തിൽ ഒരു നിഴൽ മത്സരമാക്കി മാറ്റിയിരിക്കുകയാണ്. സ്റ്റേഡിയങ്ങൾ ആധുനികമായിരിക്കാം, സാങ്കേതിക വിദ്യ അതിശയിപ്പിക്കുന്നതുമായിരിക്കാം, എന്നാൽ ഫുട്ബോൾ പ്രേമികൾ ആഗ്രഹിക്കുന്ന ആ ആത്മബന്ധവും ആവേശവും അവിടെ ഉണ്ടാകില്ല. പണം കൊണ്ട് എല്ലാം വാങ്ങാമെന്ന അമേരിക്കൻ ചിന്താഗതിക്കേറ്റ കനത്ത പ്രഹരമാണ് ഇതെന്ന് ആവർത്തിച്ച് പറയേണ്ടിയിരിക്കുന്നു. തങ്ങളുടെ നയതന്ത്ര ഇടപെടലുകളിലൂടെയും അതുപോലെ സാമ്പത്തിക സമ്മർദ്ദങ്ങളിലൂടെയും കായിക ലോകത്തെ വരുതിയിലാക്കാൻ ശ്രമിച്ചപ്പോൾ യഥാർത്ഥ കായിക സംസ്കാരത്തെ അവർ വല്ലാതെ മറന്നുപോയി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആരാധകർ തങ്ങളുടെ പ്രിയപ്പെട്ട ടീമുകളെയും താരങ്ങളെയും കാണാൻ സാധിക്കാത്തതിൽ വലിയ അമർഷത്തിലുമാണ്. ഈ അമർഷം അമേരിക്കയുടെ രാഷ്ട്രീയ അഹങ്കാരത്തിനെതിരെയുള്ള ആഗോള പ്രതിഷേധമായിട്ട് ഇതിനോടകം തന്നെ മാറിയിട്ടുണ്ട്. ടൂർണമെന്റ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ അതിന്റെ വിജയം അമേരിക്കയുടെ സ്വാർത്ഥതയുടെയും അഹന്തയുടെയും ഇരയായി മാറിയിരിക്കുന്നു എന്നത് ചരിത്രപരമായ ഒരു പരാജയം തന്നെയാണ്. എന്തായാലും ഫിഫ ലോകകപ്പിന്റെ ഗ്ലാമറും പ്രതാപവും പാടെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് യൂറോപ്പിലെ പ്രമുഖ രാജ്യങ്ങൾ വിട്ടുനിൽക്കാൻ എടുത്ത തീരുമാനം ആഗോള കായിക രംഗത്തെ ഒരു വലിയ രാഷ്ട്രീയ വിപ്ലവമായിട്ട് തന്നെ അടയാളപ്പെടുത്തപ്പെടും. അതായത് അമേരിക്കക്കെതിരെ ഇവർ നടത്തുന്ന ഒരു വിപ്ലവം എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, അത് തന്നെയാണ് വീണ്ടും പറയുന്നത്. ലോകകപ്പ് എന്ന വിശ്വമാമാങ്കത്തെ വെറും ഒരു ബിസിനസ് സംരംഭമായി മാത്രം കാണുന്ന അമേരിക്കൻ ഭരണകൂടത്തിന്റെ നിലപാടുകൾക്കുള്ള തിരിച്ചടിയാണ് ഇവർ നൽകിക്കൊണ്ടിരിക്കുന്നത്. ദശാബ്ദങ്ങളായി രാഷ്ട്രീയത്തിലും അതുപോലെ സാമ്പത്തിക മേഖലയിലും തങ്ങൾ പുലർത്തിപ്പോന്ന സാമ്രാജ്യത്വ അധീശത്വം കായിക രംഗത്തേക്കും പടർത്താനുള്ള അമേരിക്കയുടെ ഗൂഢമായ ശ്രമങ്ങളാണ് ഈ കടുത്ത പ്രതിസന്ധിക്ക് ഇപ്പോൾ ആധാരമായിരിക്കുന്നത്. മാത്രവുമല്ല, മറ്റ് പല രാജ്യങ്ങളുടെ മുകളിലേക്കും കടന്നു കയറി ഗ്രീൻലാൻഡും വെനസ്വേലയും മറ്റ് രാജ്യങ്ങളും ഒക്കെ വേണമെന്ന് പറയാൻ ഒരു മടിയും കാണിക്കാത്ത അമേരിക്കക്കെതിരെയുള്ള പ്രതിഷേധം കൂടിയാണ് ഫിഫ ലോകകപ്പിലൂടെ ഈ രാജ്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്തായാലും അമേരിക്കയുടെ സ്വാർത്ഥതയും അഹങ്കാരവും കായിക ലോകത്തെ എത്രത്തോളം ദോഷകരമായി ബാധിക്കുമെന്നതിന്റെ കൃത്യമായ ഉദാഹരണമായിട്ട് തന്നെ നമുക്കിതിനെ എടുത്തു പറയാവുന്നതാണ്. അമേരിക്ക മാത്രം നന്നാകണം എന്ന ചിന്തയിലെ അല്ലെങ്കിൽ സാമ്രാജ്യത്വ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള അവരുടെ വ്യഗ്രതയിൽ ഫുട്ബോളിന്റെ അടിസ്ഥാന മൂല്യങ്ങളെയും അതിന്റെ പാരമ്പര്യത്തെയും അമേരിക്ക വിസ്മരിച്ചു. അതായത് വൻകിട കോർപ്പറേറ്റുകളെ തൃപ്തിപ്പെടുത്താനും ടൂർണമെന്റിലൂടെ ലഭിക്കുന്ന ഭീമമായ ലാഭം സ്വന്തം കീശയിലാക്കാനും വേണ്ടി ഫിഫയുടെ ചട്ടക്കൂടുകളെ പോലും തങ്ങൾക്ക് അനുകൂലമായി വളച്ചൊടിക്കാൻ അവർ ശ്രമിച്ചു. ഈ കുത്തക മനോഭാവമാണ് യൂറോപ്പിലെ ഫുട്ബോൾ കരുത്തരായ ജർമ്മനിയെയും അതുപോലെ ഫ്രാൻസിനെയും അതുപോലെ ഇംഗ്ലണ്ടിനെയും ഇറ്റലിയെയും പോലുള്ള രാജ്യങ്ങളെ ഈ കടുത്ത തീരുമാനത്തിലേക്ക് നയിച്ചത് എന്ന കാര്യത്തിലും യാതൊരുവിധ തർക്കവും വേണ്ട. ഫുട്ബോളിന്റെ ഈറ്റില്ലമായി അറിയപ്പെടുന്ന യൂറോപ്പിനെ പിണക്കിക്കൊണ്ട് തങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ കൈവരിക്കാമെന്ന അമേരിക്കയുടെ മോഹം വെറും വ്യാമോഹം മാത്രമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. കായിക രംഗത്തെ തങ്ങളുടെ അധീശത്വത്തിന്റെ അടയാളമായി ലോകകപ്പിനെ മാറ്റാനായിരുന്നു അവർ ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ അതിപ്പോൾ അവരുടെ പതനത്തിന്റെ തുടക്കമായിട്ട് മാറിയിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. എന്തായാലും അമേരിക്കയുടെ ഈ സാമ്രാജ്യത്വ താല്പര്യങ്ങൾ തന്നെയാണ് അമേരിക്ക ഇപ്പോൾ തിരിഞ്ഞു കുത്തിയിരിക്കുന്നത്. വളരെ മനോഹരമായി നടക്കേണ്ട, ലോകത്തെല്ലാവരും വളരെ ആരാധനയോടെ വളരെ അതിശയത്തോടെ കാത്തിരിക്കുന്ന ഫിഫ വേൾഡ് കപ്പിനെ ഇത്തരത്തിൽ നശിപ്പിക്കരുത് എന്നാണ് അമേരിക്കയോട് പറയാനുള്ളത്. അമേരിക്കയുടെ സാമ്രാജ്യത്വ താല്പര്യങ്ങൾ മാറ്റിവെച്ച് അതിനെ കായികപരമായും അതിന്റെ സംസ്കാരത്തെയും മാനിച്ചുകൊണ്ട് മുന്നോട്ട് നിൽക്കണമെന്ന് തന്നെ ആവശ്യപ്പെടട്ടെ. മറ്റു രാജ്യങ്ങളും കൂടെ നിന്ന് വലിയൊരു വിജയമാകണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റായിട്ട് രേഖപ്പെടുത്തുക. ഫിഫ വേൾഡ് കപ്പ് അമേരിക്കയിൽ എത്തുന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും അറിയാൻ താല്പര്യമുണ്ട് എന്തായാലും കമന്റ് ബോക്സിൽ എഴുതുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.